ഹാജിന് ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വരുമ്പോൾ പുറത്ത് അവളുടെ ഫാൻസ് എല്ലാം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴും അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻകറേജിങ് മെസ്സേജസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ട്, അയാൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ കുറെ സ്കൂൾ കുട്ടികളൊക്കെയാണ് ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവരുടെ എല്ലാം കൂടെ നിന്നിട്ട് ഇവളെ സെൽഫി ഒക്കെ എടുക്കും. ജഹുന്റെ ചാനലിന്റെ ബിൽഡിങ്ങിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവിടെയൊക്കെ മിസ്റ്റർ കിമ്മും ഒരു കൊളീഗും കൂടി വരും. അയാള് ഹാജിന്റെ വലിയൊരു ഫാനാണ്. അവരുടെ കൂടെ നിന്നും ഇവള് ഫോട്ടോ ഒക്കെ എടുക്കും. മിസ്റ്റർ കിം അവിടുന്ന് ചെന്നിട്ട് ജഹുവിന്റെ അടുത്ത് റൂഫ് ടോപ്പിലേക്ക് ഒന്ന് വരണം, ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. ഹാജൻ അവിടെയുണ്ട്. രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. എന്നിട്ട് അയാളെ ഹാജന്റെ അടുത്ത് പറയുന്നത്, ഇവിടെ വന്നപ്പോൾ ഹാജൻ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാനും ആ കൂട്ടത്തിൽ ഒരാളാണെന്നൊക്കെ പറയും. പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ പാർക്ക് കീഴടങ്ങി എന്ന് പറയാനാണ് വിളിച്ചത്. സ്റ്റോക്കറിന്റെ കയ്യിൽ പൈസ വാങ്ങിച്ചിട്ട് എന്റെ ഫോട്ടോസ് ഒക്കെ അയാൾക്ക് കൊടുത്തു എന്നൊക്കെ പോലീസ് എന്നോട് പറഞ്ഞു. അതിനെ ഹെൽപ്പ് ചെയ്തത് ജങ്കൂണ്ടല്ലേ എന്ന് ഹാജൻ ചോദിക്കും. അപ്പൊ എനിക്ക് നേരത്തെ അത് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെ അപ്പോളജൈസ് ചെയ്യുന്നതെന്നൊക്കെ ഹാജൻ എന്നോട് ചോദിക്കും. മെന്റൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ടെയുന്റെ അച്ഛൻ വിളിച്ചതനുസരിച്ച് കാണാനായിട്ട് വരും. എന്നിട്ട് ഒരു പെൻഡ്രൈവ് കൊടുക്കും. ജങ്കുണ്ടെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നാണ് ഇയാൾ ആദ്യം ചോദിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം കാണാൻ വരാൻ വേണ്ടിയിട്ട് ടെയുന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കാണാൻ വന്നത്. അന്ന് ആ ഇൻമേറ്റിനെ കണ്ടപ്പോൾ ഇൻമേറ്റ് വയലന്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ജങ്ഹുൺ വന്നപ്പോൾ അയാൾ നല്ല കാമായിരുന്നു. അത് സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. അൺയൂഷ്വലായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അയാളെ വാച്ച് ചെയ്യുന്നുണ്ട്. ജങ്ഹുണിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നീട് പറയാം എന്നാണ് ടെയുന്റെ അച്ഛൻ പറയുന്നത്. ഇയാൾ പോയി കഴിയുന്ന തന്നെ ഞാൻ കൊണ്ടുവന്ന പെൻഡ്രൈവ് ഇയാള് ലാപ്ടോപ്പിൽ ഇട്ടിട്ട് നോക്കും. ആ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കും. റെക്കോർഡിങ്സ് എന്ന് പറയുന്നത് ജങ്ഹൂണും ഇൻമേറ്റും കൂടെ എന്തൊക്കെയാണ് സംസാരിച്ചത് അത് മുഴുവൻ അതിൽ ഉണ്ട്. ടെയുന്റെ അച്ഛൻ അവനെ കാണാനായിട്ട് വരും. ജങ്ഹൂൺ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അവൻ ഓക്കെ ആണെന്ന് പറയും. പിന്നെ എന്തിനാണ് നിന്റെ ഹെൽപ്പ് ചോദിച്ചത്, എന്തിനാണ് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അയാൾ അവിടെ തന്നെ ഉണ്ടല്ലോ, അത്രത്തോളം കാലം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് ഇവൻ മറുപടി പറയും. അപ്പൊ ഇയാൾക്ക് പിന്നെയും പല കാര്യങ്ങളും അറിയണം. ഹാജിൻ കാരണമാണോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്നത്? ഞാൻ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? ഇതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ അവന്റെ പ്രൈവസിയാണ്, അത് പ്രൊട്ടക്ട് ചെയ്യും ഞാൻ. അച്ഛൻ ഡോക്ടർ ആണെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ അവനെ പറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞിരിക്കണം, അതിനി എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും എന്നാണ് ഇയാൾ മറുപടി പറയുന്നത്. അവന്റെ പ്രൈവസി ഇൻക്ലൂഡ് ചെയ്ത് ഈ വക കാര്യങ്ങളൊക്കെ അറിയണം എന്ന് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. അവൻ എന്തോ സംശയം തോന്നും. അച്ഛന് ട്രീറ്റ്മെന്റ് സംബന്ധിച്ചല്ലാതെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് മറുപടി പറയാതെ നമുക്ക് കഴിക്കാനായിട്ട് പോകാം എന്നാണ് അയാൾ ഉടനെ പറയുന്നത്. റിപ്പോർട്ടർ പാർക്ക് കീഴടങ്ങി കഴിയുമ്പോഴത്തേനും പോലീസുകാർ അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മെസ്സേജസ് ഒക്കെ അയച്ച IP അഡ്രസ്സ് ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് പുറത്ത് എവിടെയാണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് കുറച്ച് താമസിക്കും. പാർക്ക് പറഞ്ഞതനുസരിച്ച് ഈ സ്റ്റോക്കറിന് ഫോട്ടോസ് കൊടുത്തു കഴിയുമ്പോൾ കഫേയിൽ നിന്ന് എടുത്ത ഫോട്ടോസ് കുറെ നേരം നോക്കിയിരുന്നിട്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഹാജിൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അതായത് ഇവള് ആക്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറിയാമെന്നുള്ള രീതിക്കാണ് ആ ആൾ സംസാരിച്ചത്. അങ്ങനെ ആരെങ്കിലും അറിയാവോ ഒന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറയും. അപ്പോൾ ഹാക്കിം പറയുന്നത് ചൂള് ഏജൻസിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹാജിൻ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് അവൾ അവിടേക്ക് വരുന്നത്. അപ്പൊ ചൂളിനെയാണ് സംശയം എന്നുള്ള രീതിക്ക് പറയും. അങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് ചൂളിന്റെ ഫ്ലാറ്റിലേക്ക് വരും. എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കും. കുറെ നാൾ മുമ്പ് വരെ ഹാജിന്റെ മാനേജറും ഡ്രൈവറും ഒക്കെ ആയിരുന്നല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കുമല്ലോ, പ്രൊസീജിയറിന്റെ ഭാഗമാണെന്ന് പറയും. ഞാൻ കൂടെ ഉള്ളപ്പോൾ അങ്ങനെ സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കാണുവോ, എന്തെങ്കിലും സംഭവം നടക്കുവോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾ നേരത്തെ പോയല്ലോ, എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാനൊന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു, അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് 2 വീലർ ലൈസൻസ് ഉണ്ടോ, മോട്ടോർ ബൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബൈക്ക് ഉണ്ട്, പക്ഷെ ഞാൻ അധികം ഓടിക്കാറില്ല, ഞാൻ വല്ലപ്പോഴും എന്റെ ബൈക്ക് എടുക്കാറുള്ളൂ എന്ന് പറയും. ഡയറക്ടർ ജി ആണെങ്കിൽ ഹാജിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എല്ലാ സിനിമയിലും അവള് തന്നെ നായികയാവണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ ഡിറ്റക്റ്റീവ് ഡയറക്ടർ ജിയെ കാണാനായിട്ട് പോകും. ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ ഹാജിന്റെ ഫോട്ടോസ് ആണല്ലോ. നിങ്ങൾ തമ്മിൽ ക്ലോസ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്റെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഫുൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നാണ് ഇയാൾ മറുപടി പറയുന്നത്. അപ്പൊ ശനിയാഴ്ച ഹാജിന്റെ വീട്ടിലേക്ക് ചെന്നെന്ന് കേട്ടു. അതിനുശേഷം എങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയതാണ്, കാണാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയും. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാനായിട്ടാണ് ഇഷ്ടം എന്ന് ഇയാൾ വീണ്ടും പറയും. അപ്പൊ ഇയാള് കൊടുത്ത കോഫി പുറത്തുനിന്ന് എവിടുന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവിടുത്തെ കോഫി പൗഡർ ഒക്കെയാണ്.
ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണല്ലേ, അങ്ങനെയാണെങ്കിൽ ബൈക്ക് റൈഡിങ്ങും ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കും. പണ്ട് എനിക്കത് ഇഷ്ടമായിരുന്നു, വേറൊരു ഹോബി കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പൊ ഞാൻ അങ്ങനെ ബൈക്ക് റൈഡ് ചെയ്യാറില്ല എന്ന് പറയും. എന്നിട്ട് ഡിറ്റക്റ്റീവ് പോകാൻ തുടങ്ങുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ സ്റ്റോക്കറിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വിടുന്നത്. പക്ഷെ പോയി കഴിയുമ്പോഴത്തേക്കിനും ഇവന്റെ മുഖം മാറുന്നുണ്ട്. ടേയോൺ ജംഹൂണിനെ കാണാനായിട്ട് വരും. എന്താ പറ്റിയത് ഹാദിനെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പുറകെ പുറകെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, നിന്നോട് പറയാനുള്ള സമയം കിട്ടിയില്ല. കുഴപ്പമില്ല, ഹാദിൻ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് ജംഹൂൺ പറയും. നീ ഓക്കെ ആണോ എന്ന് ജംഹൂണിന്റെ അടുത്ത് ടേയോൺ ചോദിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, എന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് ടേയോണിന്റെ അടുത്ത് അവൻ പറയും. 2 ദിവസം കഴിയുമ്പോൾ ഹാദിന്റെ ബർത്ത്ഡേ ആണ്. ഏജൻസിയിലേക്ക് അവളുടെ ഫാൻസ് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നത്. അവൾ നല്ല സന്തോഷത്തിലാണ്. ആങ്കർ ലീക്ക് എന്റെ ബർത്ത്ഡേ അറിയായിരിക്കുമല്ലോ അല്ലേന്ന് അവൾ ഹാക്കിങ്ങിന്റെ അടുത്ത് ചോദിക്കും. അതെങ്ങനെയാണ് ആങ്കർ ലീക്ക് അറിയാൻ പറ്റുന്നതെന്ന് ഉടനെ അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ, അത് ഓൺലൈൻ നോക്കിയാൽ മതിയല്ലോ, അതൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും നോക്കിയിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും എന്ന് പറയും. ഇവളുടെ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഹാക്കിങ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ കാഷ്വൽ ആയിട്ട് അടുത്ത ദിവസം എന്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് ആങ്കർ ലീ എടുത്ത് പറയണമെന്ന് പറയും. ഹാദിൻ എന്നിട്ട് ഇവന് മെസ്സേജ് അയക്കും, വെനസ്ഡേ എന്റെ ബർത്ത്ഡേ ആണ്, ഗിഫ്റ്റ് ഒന്നും വേണ്ട, നമുക്കൊന്നിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. അവൻ അതിന് റിപ്ലൈ കൊടുക്കത്തില്ല. എന്നിട്ട് ടേയോൺ അവന് കൊടുത്ത ഫോട്ടോ എടുത്ത് നോക്കും, ഹാദിന്റെയും സെയൂണിന്റെയും കൂടെയുള്ള ഫോട്ടോ. അത് നോക്കിയിട്ട് അതുപോലെ ആ ബുക്കിനകത്ത് വെച്ച് ഡ്രോയറിൽ വെച്ച് അടയ്ക്കുന്നുണ്ട്. അന്ന് രാത്രിയിലും ഹാദിൻ സെയൂണിനെ ഇങ്ങനെ രക്ഷിക്കുന്നത് സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരും. എന്താ പറ്റിയെന്ന് ഹാക്കിങ് ചോദിക്കുമ്പോൾ ഇവളൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ ഹാക്കിങ് ചോദിക്കുന്നുണ്ട്, എന്ത് സ്വപ്നം കണ്ടിട്ടാണ് രാത്രിയിൽ ഞെട്ടി ഉണർന്നതെന്ന്. പക്ഷെ ഹാദിൻ പറയുന്നില്ല. നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഫോട്ടോഷൂട്ട് ക്യാൻസൽ ആക്കാമെന്ന് ഹാക്കിങ് പറയുമെങ്കിലും അവൾ സമ്മതിക്കത്തില്ല. അന്ന് വീണ്ടും അവൻ അച്ഛന്റെ കോൾ വരും. ഇത്തവണ അച്ഛൻ ചെയ്യും. എന്നിട്ട് അച്ഛനെ കാണാനായിട്ട് വീട്ടിൽ ചെല്ലും. അപ്പൊ അച്ഛൻ ഒരു ബോക്സ് കൊടുക്കും, ഇത് നിന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്, എന്താണെന്ന് നോക്കാനായിട്ടാണ് പറയുന്നത്. അവൻ നോക്കുമ്പോൾ ചെറുതിലേ മുതൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ അമ്മ സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. എന്നിട്ട് ഒരു ലെറ്ററും ഉണ്ടായിരുന്നു അതിൽ. ഇത് കാണുമ്പോൾ ഞാൻ എത്രമാത്രം ഇതെല്ലാം വിലമതിച്ചിരുന്നു, ഇത് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നീ എന്നെ സംശയിക്കത്തില്ലെന്നും ഞാൻ വിചാരിക്കുന്നു. നീ എൻ്റെ മോനായിട്ട് ജനിച്ചതിൽ എനിക്കെന്നും സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നും നിന്നെ ഓർത്ത് അഭിമാനിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അമ്മ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവന് അമ്മയോട് ചോദിക്കണം എന്നുണ്ടായിരുന്നത് അതാണ്. അതിനുള്ള ഉത്തരം അവന് കൊടുത്തിട്ടാണ് അമ്മ പോയേക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും, ഇഷ്ടപ്പെട്ട ആരെങ്കിലും നീ കാണുവാണെങ്കിൽ ഒരു കാരണവശാലും ഹെസിറ്റേറ്റ് ചെയ്യരുത്, അവരെ സ്വന്തമാക്കണം. നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടി സ്വയം പിൻവാങ്ങരുത് എന്ന് അമ്മ അവനോട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹാദിന്റെ കാര്യമാണ് അവനോട് പറയുന്നതെന്ന് അവനൊരു തോന്നൽ വരും. ഹാദിൻ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് ആവുമ്പോൾ പോയിരിക്കുന്നുണ്ട്. വീണ്ടും ഈ സ്വപ്നം തന്നെയാണ് അവളുടെ മനസ്സിൽ. അപ്പോൾ ഇന്ന സ്ഥലത്താണ് നടന്നതെന്ന് നമുക്കറിയാം. അവിടെ നടന്ന ആക്സിഡൻസിനെ പറ്റി എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവള് സെർച്ച് ചെയ്ത് നോക്കും. പക്ഷെ ഒരു റിസൾട്ടും അവൾക്ക് കിട്ടത്തില്ല. അന്നേരം അവൾക്ക് ജംഹൂണിന്റെ കോള് വരും, എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റിയില്ല, വെനസ്ഡേ വേറെ പരിപാടിയൊന്നുമില്ല, ഫ്രീ ആണ്, നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാനായിട്ട് പോകാം എന്ന് പറയും. മിസ് പാർക്ക് ഹാക്കിങ്ങിനെ ഹാദിനെ കാണാനായിട്ട് വരും. നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹാക്കിങ് കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ആരോ കാറും എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവള് കാണുന്നത്. അന്നേരം തന്നെ ഇവള് ഹാദിനെ വിളിക്കും. പക്ഷെ ഹാദിൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാർ അവിടെ വന്നിട്ടുണ്ടാവും. അന്നേരമാണ് മിസ് പാർക്കിന് ഒരു കോള് വരുന്നത്. ആദ്യം കയറിക്കോളൂ, ഞാൻ ഈ കോള് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. ഇവള് വന്ന് കയറുമ്പോഴത്തേക്കിനും ഇതിന്റെ ഡോർ അടയും. ആരോ തുണി കൊണ്ടിട്ട് ഇവളുടെ തല മൂടും. അപ്പൊ മിസ് പാർക്ക് വന്നില്ലല്ലോ എന്ന് ഇവള് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സംഭവിച്ചു കഴിയും. ജംഹൂൺ വീട്ടിൽ വരും. ആ ബോക്സുമായിട്ടാണ് വരുന്നത്. വന്ന് കയറുമ്പോൾ തന്നെ ആരോ അവിടെ വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവും. അവിടെ എല്ലാം നടന്ന് നോക്കും, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നിട്ട് അവൻ ഓടിപ്പോയി ആ ഡ്രോയർ തുറന്ന് ആ ബുക്ക് എടുത്തിട്ട് ആ ഫോട്ടോ അതിനകത്തുണ്ടോ എന്ന് നോക്കും. ആ ഫോട്ടോ അതിലില്ല. എന്താ പറ്റിയെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കാർ വിട്ടുപോകും. മിസ് പാർക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാക്കിങ് വിളിച്ചോണ്ട് ഓടി വരുവാണ്, കാർ നിർത്താൻ പറഞ്ഞുകൊണ്ട്. ബോഡി ഗാർഡ്സ് എല്ലാം നോക്കി നിൽക്കുവാണ്. ഇവരെല്ലാം ആ കാറിന്റെ പുറകെ ഓടും. പക്ഷെ കാറ് സ്പീഡിൽ ഓടിച്ചു പോകും. സെയൂണും ഹാദിനും കൂടിയുള്ള ഫോട്ടോ ആരോ മോഷ്ടിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവൻ ഹാദിനെ വിളിക്കും. പക്ഷെ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ഫോൺ കിഡ്നാപ്പറുടെ കയ്യിലാണ്. കിഡ്നാപ്പർ ഇവന്റെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ അപ്പം തന്നെ ഹാക്കിങ്ങിനെ വിളിക്കും. ഹാദിൻ കൂടെ ഉണ്ടോ, ഞാൻ വിളിച്ചിട്ട്. അപ്പം ഹാദിനെ ഇപ്പൊ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് ഹാക്കിങ് അവനോട് പറയും.